ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ അമേരിക്കയിൽ ഇവിടെ തണുപ്പൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു 6 മാസക്കാലം എന്ന് പറഞ്ഞാൽ ഫുള്ള് തണുപ്പായിരിക്കും, മഞ്ഞായിരിക്കും. തണുപ്പെന്ന് പറഞ്ഞാൽ വൈകിട്ടൊക്കെ നല്ല തണുപ്പാണ്, നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാനേ പറ്റൂല. അതുപോലെ തന്നെ രാവിലെയും പകൽ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യുക, കാരണം ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കുറച്ചും കൂടി കഴിഞ്ഞാൽ അതും കൂടി പറ്റൂല. പിന്നെ ഈ കാറ്റുണ്ടല്ലോ, എൻ്റെ പൊന്നെ പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. കാറ്റാണ് തണുപ്പിന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അല്ലാത്ത സമയത്ത് വലിയ പ്രശ്നമില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇങ്ങനെ കാറ്റ് ഭയങ്കര തണുപ്പാണ് ആ കാറ്റ് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും. പിന്നെ ഇവിടെ ഒരു 4 മണി അല്ല 4:30 ആകുമ്പോഴത്തേനും സൂര്യൻ അങ്ങോട്ട് അസ്തമിക്കും. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പോകാമെന്ന് വെച്ചാൽ തന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും എല്ലാം ക്ലോസ് ചെയ്യും. അപ്പം നമുക്ക് വേഗം തന്നെ പോകേണ്ടതായിട്ട് വരും. പിന്നെ മാത്രമല്ല കേട്ടോ, ഇങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ നടന്നു പോകേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഈ പാർക്കുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളില്ലേ. പക്ഷെ അങ്ങനെയുള്ളിടത്തൊന്നും ഇനി പോകാൻ പറ്റുമെന്ന് തോന്നല്ല. കാരണം ഒന്നാമത്തെ കേസ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മിക്കതും ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ മാത്രമല്ല നമുക്കൊക്കെ ഇങ്ങനെ നടന്ന് കാണാനായിട്ട് പറ്റൂല കേട്ടോ, ഇങ്ങനെ തണുത്തിട്ട് ഒരു രക്ഷ ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഉണ്ടാവില്ല, ഇങ്ങനെ ഉള്ളിൽ മാളുകൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ഇനി നമുക്ക് പോയിട്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ അതെന്താ പ്രശ്നമെന്ന് വെച്ചാൽ അതിൽ മാളിൽ പ്രശ്നമില്ല, അല്ലാത്ത സ്ഥലങ്ങളൊക്കെ നമുക്ക് നല്ല ടിക്കറ്റൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ എവിടെയൊക്കെ പോകാൻ പറ്റുമെന്ന് നോക്കാം. ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞു, പോകാത്ത സ്ഥലങ്ങളിലൊക്കെ പോകണമല്ലോ, അതല്ല അതിൻ്റെ ഒരു രസം. പിന്നെ പോയ സ്ഥലങ്ങളിൽ ചിലതൊക്കെ നമ്മൾ കൂടുതലായിട്ട് കാണാത്തതൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ കാണാത്ത അത്തരം കാഴ്ചകളും നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ന്യൂജേഴ്സി തന്നെയുള്ള ഒരു സ്ഥലത്തേക്കാണ്. തണുപ്പായതുകൊണ്ട് കൂടുതൽ നേരം അവിടെയൊക്കെ ചുറ്റി കറങ്ങാൻ പറ്റുമോ എന്നുള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. എൻ്റെ ബാക്കിലേക്ക് നിങ്ങൾ നോക്കിക്കേ, നല്ല വെയിൽ കാണില്ലേ. പക്ഷെ വെയിലിടുന്നിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല കേട്ടോ, നല്ല തണുപ്പാണ് ഈ ഒരു സമയത്തും. ഇങ്ങനെ ചൂടും വെയിലും കൂടി ഒരുമിച്ചിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. പിന്നെ ഇപ്പോൾ കാറ്റും കൂടി വരുമ്പോൾ പിന്നെ പറയാൻ വേണ്ടല്ലോ. അപ്പം നമുക്ക് പോകാം. നമുക്ക് യാത്ര ചെയ്യണതിൻ്റെ കൂടെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. നമ്മളിന്ന് പോകുന്നത് ന്യൂജേഴ്സി തന്നെയുള്ള പേറാൻ പാർക്ക് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു വാട്ടർ ഫ്രണ്ട് പാർക്കിലേക്കാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ല, ഒരു റിവറിൻ്റെ സൈഡാണ് കേട്ടോ ഈ ഒരു പാർക്ക് വരുന്നത്. നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഈ റിവറിൻ്റെ ഒരു സൈഡ് ന്യൂജേഴ്സി, ഒരു സൈഡ് ന്യൂയോർക്ക്, അങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ നമ്മൾ ന്യൂജേഴ്സി ഭാഗത്താണ്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ന്യൂയോർക്കിൻ്റെ അടിപൊളി വ്യൂ ആണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾ പോണതിൻ്റെ മുമ്പിലായിട്ട് ഒരു കാറ് പോകണമെങ്കിൽ ഒരു യെല്ലോ കളറിൽ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഞാനത് വീഡിയോ എടുക്കാതെ വെച്ചപ്പോഴത്തേക്ക് ആ കാറൊക്കെ സ്പീഡിൽ പോയിട്ടുണ്ടായി. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം ഉണ്ടായിരുന്ന യാത്ര ഹൈവേയിലൂടെ തന്നെയാണ് കേട്ടോ പോയത്. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഉള്ളുവഴി കൂടി ഒന്നും പോയാലൊന്നും അവിടെ എത്തൂല. ഇതിപ്പോൾ ജേഴ്സി സിറ്റിയുടെ ആ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് പോകുന്നത്. അത്യാവശ്യം ഒരു ചെറിയൊരു സിറ്റി അങ്ങോട്ടാണ് നമ്മൾ പോകണം. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഹൈവേയിലൂടെ പോകേണ്ടത്. പിന്നെ ഇതുമാതിരത്തെ കുറേ പാലങ്ങളൊക്കെ കടന്നിട്ട് വേണമായിരുന്നു നമുക്ക് അവിടെ എത്താനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആ പാർക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ന്യൂയോർക്ക് സിറ്റിയൊക്കെ കാണാൻ പറ്റുമെന്ന്. ഏകദേശം വേൾഡ് ട്രേഡ് സെൻറ്റർ ഇല്ലേ, അതിൻ്റെ ആ ഒരു ബിൽഡിങ്ങൊക്കെ നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കേട്ടോ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4-4:30 ആകുമ്പോഴത്തേനും സൂര്യനൊക്കെ അസ്തമിക്കും. അതുകൊണ്ട് തന്നെ കണ്ടില്ലേ, ഇങ്ങനെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ചാൽ നേരത്തെ പോയിട്ട് കാണാനുള്ള ഒരു ഭംഗിയല്ല, ഇതൊരു ഈവനിങ്ങിൽ ചെന്നാലുള്ളൂ കുറച്ചും കൂടി ഭംഗി തോന്നിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വൈകിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഈ തണുപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോൾ രാവിലെ തന്നെ ഇറങ്ങാനുള്ള വലിയ ഒരു ഇതൊന്നുമില്ല. അപ്പോൾ സാവകാശം യാത്രേനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് വൈകിട്ടാകാം യാത്രയെന്ന് വിചാരിച്ച്. അപ്പോൾ ഈവനിങ്ങിൽ കാഴ്ച കാണാൻ പറ്റിയിട്ടുള്ള സ്പോട്ടുകളൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ തിരഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗേൾസ്, നമ്മളങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തേര് ഇരുട്ടായി തുടങ്ങി. ഇരുട്ടെന്ന് പറയാൻ 4:30 ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഇരുട്ടി തുടങ്ങി, ഇത് കണ്ട ഫുൾ ഇരുട്ട്. പക്ഷേ നമ്മൾ വന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ അങ്ങനെ വൈകിട്ടൊക്കെ വന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈമിൽ വന്നത്. അപ്പോൾ നമുക്ക് നോക്കാട്ടോ ഏതാണ് ആ സ്ഥലത്തിൻ്റെ ഭംഗി കാണിച്ചു തരാം.
ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എറണാകുളം മറൈൻ ഡ്രൈവ് ഒക്കെ പോലെ ഇരിക്കും കേട്ടോ ഇത്. കണ്ടില്ലേ? അതേപോലെ തന്നെ ഒരു റിവറിൻ്റെ സൈഡിലായിട്ട് ഫുള്ള് തിരക്കുകൾ, കടകൾ, അതൊക്കെയാണ് കേട്ടോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു തട്ടുകടയില്ലേ, അവിടെ എന്തൊരു തിരക്കാണെന്ന് അറിഞ്ഞാൽ. അവിടെ നിന്ന് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഈ ക്യൂ നിൽക്കണത്. കണ്ടില്ലേ? ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു നീളത്തിൽ. അപ്പം നമ്മളും ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡുകൾ കഴിക്കാം. അങ്ങനെയാണല്ലോ, നമ്മൾ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാണുന്ന ഫുഡുകൾ കഴിക്കണമല്ലോ. അപ്പോൾ അത് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവിടുത്തെ ക്യൂ കണ്ടിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്നില്ല, വെറുതെ സമയം പോവുമല്ലോ. അപ്പോൾ വേറെ നമ്മൾ ഇതേമാതിരത്തെ കുറേ കടകളുണ്ട് കേട്ടോ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തട്ടുകട പോലെ. അപ്പോൾ നമ്മൾ അങ്ങനെ ടാക്കോസിൻ്റെ ഒരു കടയിലാണ് വന്നേക്കണത്. അപ്പോൾ അവിടെ പല വെറൈറ്റികളായിട്ടുള്ള ടാക്കോസുകളുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഐറ്റം. അപ്പോൾ ഒരുപാട് ആളുകളുണ്ട് അവിടെ. ഇത് കണ്ടില്ലേ? ഫുള്ള് തിരക്കാണ് അവിടെ. അപ്പോൾ അതേ ആ ചേട്ടൻ അതിൽ അതിടണോ ഇതിടണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ അതും ഇതൊക്കെ പറഞ്ഞിട്ട് ഇടാനായിട്ട് എന്തൊക്കെയാണാവോ. അങ്ങനെ അതൊക്കെ പാർസൽ വാങ്ങി നമ്മൾ ആ ഒരു വാട്ടർ ഫ്രണ്ടിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ സീറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്, അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ അവിടെ പോയി ഇരുന്നിട്ട് നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അടിപൊളി കാഴ്ചയും കാണാം. ഇതേ കണ്ടില്ലേ? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഇതൊക്കെ പകൽ വന്നായിരുന്നെങ്കിൽ ഒട്ടും ഭംഗി ഉണ്ടാവില്ല. ഈ രാത്രിയാണ് ഇവിടുത്തെ അടിപൊളി ഭംഗി. ആ ഫുള്ള് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ടേ ഒരു പ്രത്യേക ഒരു ലുക്കായിരിക്കും. ഇവിടെ വന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഫാമിലീസൊക്കെ തന്നെയാണ്. പിന്നെ കൂടുതലും ഈ നടക്കാൻ ഇറങ്ങണ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ജോഗിങ്ങിനും അതും ഇതിനൊക്കെ ആയിട്ട്. അവരും ഉണ്ട് കേട്ടോ ഇഷ്ടംമാതിരി. പക്ഷേ ഈ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവരെന്തോരം പേരാണെന്ന് അറിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളങ്ങനെ അതേ ഒരു ബെഞ്ചിലൊക്കെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കണേണ്. അധികമൊന്നുമില്ല കേട്ടോ, ഒരു ഒരെണ്ണോ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ, വെറുതെ ഒന്ന് ടേസ്റ്റ് അറിയാലോ. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങോട്ട് കഴിക്കാമെന്നുള്ളത് ഒരു രസമല്ലേ. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ബജിക്കടകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക, അതൊക്കെയല്ലേ നമ്മൾ കഴിക്കുക. പക്ഷേ ഇവിടേക്ക് ഇതൊക്കെയാണ്ട കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ അങ്ങനെ 4 ഉണ്ടായിരുന്നു കേട്ടോ, ഒരെണ്ണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിൻ്റെ മേളിൽ എന്തോ ഒരു വെജിറ്റബിളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്തായാലും കഴിച്ചില്ല കേട്ടോ, വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഫുഡ് കഴിക്കണതിൻ്റെ ഇടയിലാണ് കേട്ടോ അതിൽ കൂടി ഒരു കുഞ്ഞ് കപ്പൽ പോയത്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളി വൈബായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതെ, ഞാൻ കൂടുതൽ ഫുഡിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഫുഡടി കഴിഞ്ഞപ്പോഴത്തേനും ആ കപ്പൽ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പോൾ കുറച്ച് നേരം ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഒരുപാടുണ്ട് കേട്ടോ നടക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മറൈൻ ഡ്രൈവ് പോലെ തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അടിപൊളി വൈവാണ് ഈവനിങ്ങിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഒരു സൂര്യാസ്തമയ സമയത്തൊക്കെ വരെയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായേനെ. പക്ഷേ നമുക്ക് ഈ ഒരു ഈവനിങ്ങിൽ വരാമെന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടില്ല, ആ കാണുന്ന ആ ഒരു ഫുള്ള് ബിൽഡിങ് ഇരിക്കുന്നത് ന്യൂയോർക്കിലാണ് കേട്ടോ. ന്യൂയോർക്കിലുള്ള പ്രധാന ആ ഒരു സിറ്റിയിലെ മാൻഹട്ടൻ, അതൊക്കെയാണ് ആ കാണുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. പിന്നെ ഇപ്പുറത്തെ സൈഡ് ആണ് നമ്മുടെ ന്യൂജേഴ്സി. ഇവിടെ കാണുന്നതൊക്കെ ഹോട്ടലുകളൊക്കെയാണെന്നാണ് കേട്ടോ തോന്നുന്നത്. എനിക്ക് കൂടുതൽ അറിയില്ല, കണ്ടിട്ട് ഹോട്ടലാണെന്ന് തന്നെയാണ് തോന്നണത്. എന്തോരാൾക്കാരാണെന്ന് ഓർക്ക്. ഇവിടെ 4:30 ആയിട്ടുള്ളൂ, 4:30 മണിയൊക്കെ കഴിഞ്ഞ്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു രാത്രി പാതിരാവൊക്കെ പോലെയൊക്കെ തോന്നണില്ലേ. ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കണ കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. കുറേ ആൾക്കാർ നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോനെ തണുപ്പ് ഒരു രക്ഷയില്ല കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു തണുപ്പാണ്. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ നടക്കണേനൊക്കെ നല്ല രസമാണ്. നല്ല ശാന്തമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം. പിന്നെ കുറേ ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അവിടെയൊക്കെ ഇങ്ങനെ ചൂണ്ടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെ കാഴ്ചകളാണെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് അതുപോലെ തന്നെ മോഡലിംഗ് ഫോട്ടോഷൂട്ടൊക്കെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇത്. ഫോട്ടോഗ്രാഫികളൊക്കെ ഇഷ്ടപ്പെടുന്നവരിവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷെ നമ്മൾ ഈ ഇരുട്ടത്ത് ഫോട്ടോ എടുത്തിട്ടൊന്നും തെളിയണ്ടുണ്ടായിരുന്നില്ല. അതൊക്കെ എനിക്ക് തോന്നണ പകലായിരിക്കും കേട്ടോ ഫോട്ടോയൊക്കെ എടുത്താൽ ഭംഗി. ഈ ഒരു സമയത്തൊക്കെ ഫോട്ടോ എടുത്താൽ എങ്ങനെയാണ് നോക്കിക്കണ്ടേ. അവിടെ ഇങ്ങനെ ചൂണ്ടയിട്ടിട്ട് ഇങ്ങനെ ഫിഷിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് കാണുന്നത്. ഫുള്ള് അവിടെ ബെഞ്ചിൽ ഇരിക്കണേണ്. പക്ഷെ അവർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഈ ചൂണ്ട ഇങ്ങനെ പൊക്കി നോക്കുന്നുണ്ട് കേട്ടോ. ഒന്നിലും മീനൊന്നും ആയിട്ടില്ല. പക്ഷെ അവർ വീണ്ടും ആ ഒരു ക്ഷമയോടുകൂടി ഇങ്ങനെ ഫിഷിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണതാണ് കാണുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് അതേ അടുത്ത ഷിപ്പ് വരുന്നുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതേപോലത്തെ തന്നെ ഒരു അടുത്ത ഷിപ്പാണ്ടോ ഇത്. നല്ല രസമുണ്ടായിരുന്നേ കാണാനായിട്ട്. ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ അത് മര്യാദക്ക് അതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല.
എന്ത് രസമാണെന്ന് പറഞ്ഞാൽ കാണാനായിട്ട്. പിന്നെ പോരാത്തിന് അതിൻ്റെ ഉള്ളിൽ ഫുള്ളും ഡാൻസൊക്കെയാണെന്നാണ് തോന്നണം. അതിൻ്റേതായ ഒരു ലൈറ്റിംഗ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കത് പെട്ടെന്ന് നോക്കുമ്പോൾ അത് പിടികിട്ടൂല കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇങ്ങനത്തെ എന്തോരം കപ്പലുകളാണെന്ന് പറഞ്ഞാൽ ഇതിലൂടെ പോയിട്ടുണ്ടായിരുന്നത്, വലുതും ചെറുതുമായിട്ടുള്ള. ഇവിടെ പിന്നെ പോരാത്തിന് ന്യൂയോർക്കൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ, മണിക്കൂറുകൾക്കും അതുപോലെ ദിവസങ്ങളുമായിട്ടുള്ള ട്രിപ്പുകളൊക്കെ ഇവിടെ ഒരുപാട് നമുക്ക് കപ്പലിൽ ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ അവിടെ ഒരു ബീച്ചിൽ പോയപ്പോഴും ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലേ, ഇത് മാതിരത്തെ ഇങ്ങനെ കപ്പൽ പോണതൊക്കെ. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പാർക്കിലെ കാഴ്ചകൾ. ഒരുപാട് നടക്കാനുണ്ട്. നടക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈവനിങ്ങിലൊക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത്. നല്ല ഒരു കാലാവസ്ഥയാണെങ്കിൽ എന്ത് രസമായിരിക്കും. തണുപ്പായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരമൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കാനൊക്കെ പറ്റിയേനായിരുന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് നമ്മളിവിടെ കുറേ താറാവും കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഏരിയയിൽ മാത്രം അതിങ്ങനെ പതുങ്ങി കിടക്കണമായിരുന്നു. ഇരുട്ടായതുകൊണ്ടാണ് ശരിക്കും കാണാൻ പറ്റാത്തത്. പക്ഷേ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. വീഡിയോയിൽ ഒരു ഇരുളിച്ച ഉള്ളതുകൊണ്ട് അത് ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആവില്ല. അതിങ്ങനെ പതുങ്ങി ഇങ്ങനെ കിടക്കേണ്ട, ഇങ്ങനെ നീന്തി പോകണമൊന്നുമില്ല. ഒരു സ്ഥലത്തായിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ കിടക്കണേണ്. കുറേ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞാനത് സൂം ചെയ്ത് കാണിച്ചു തരാം. അതെ, കണ്ടില്ലേ, അതിങ്ങനെ അനങ്ങാണ്ട് കിടക്കണണ്ട. ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം കിടക്കണ മാതിരിയാണ് നമുക്ക് തോന്നുള്ളൂ. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു കാഴ്ച. അപ്പോൾ ഇതൊരു പാർക്ക് എന്ന് പറഞ്ഞാലേ ഇതിങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് കേട്ടോ പോണത്. ഇതിപ്പോൾ നമ്മൾ നടന്ന വഴിയൊന്നും അല്ല, ഇത് വേറൊരു വഴിയാണ്. ഇതിങ്ങനെ കുറേ ഉണ്ടായിരുന്നു ഇങ്ങനെ നടക്കാൻ. അങ്ങനെ നമ്മൾ അതൊക്കെ നടന്നു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. കുറേ നമ്മൾ നടന്നു, കുറേ കാഴ്ചകളൊക്കെ കണ്ടു. എല്ലാം ഒന്നും പകർത്താൻ പറ്റൂലല്ലോ. കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തി നിങ്ങളിലേക്ക് ഞാൻ കാണിച്ച്, അത്രമാത്രം. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ, നമ്മളെവിടെ പോയാലും ലാസ്റ്റ് ഡിന്നറിലാണ് അവസാനിപ്പിക്കുക. അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്നിനും ഒരു പാർക്കിംഗ് സൗകര്യം ഇല്ലാന്നേ. അതാണ് എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ. അവസാനം നമ്മൾ തപ്പി അവസാനം ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. കനൂൺ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു പേരിൽ പോയിട്ടുണ്ട് ന്യൂജേഴ്സിയിൽ, നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തായിട്ട്. ഇത് വേറൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ അതേ ഇവിടേക്ക് ഇരിക്കാനുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ തണുപ്പായതുകൊണ്ടാണ് തോന്നണ്ട, പുറത്തൊന്നും ഒരു മനുഷ്യൻ ഇരിക്കണില്ല. എല്ലാവരും അകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ തിരക്കുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പുറമേ നോക്കുമ്പോൾ ആരുമില്ല എന്നല്ലേ തോന്നുള്ളൂ, പക്ഷേ അകത്ത് നല്ല തിരക്കാണ് കേട്ടോ. ഒരുപാട് അടിപൊളി ഫുഡുകളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കേക്കിൻ്റെയൊക്കെ സെക്ഷൻ അത് കണ്ടില്ലേ, ഇങ്ങനെ ഫുള്ള് ഗ്ലാസ്സിലിട്ടിട്ട് ഒരുപാടുണ്ടായിരുന്നു. ഫസ്റ്റിന് നമുക്ക് കുറച്ച് സാലഡുകളൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം നമ്മളിതേ ഒരു ഗ്രിൽഡ് ചിക്കൻ വിത്ത് റൈസാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു ചിക്കൻ. രണ്ടാമതായിട്ട് നമ്മളിതേ മട്ടൻ റിബ് വിത്ത് റൈസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും കുഴപ്പമില്ലായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. ഇവരുടെ റൈസും അടിപൊളിയായിരുന്നു കേട്ടോ, നമ്മുടെ ഈ കുഴിമന്തിയൊക്കെ പോലെ ഒരു ടേസ്റ്റ്. അടുത്തായിട്ട് നമ്മൾ ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ചോക്ലേറ്റിൻ്റെ വിത്ത് ചീസായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. കുഴപ്പമില്ലായിരുന്നു കേട്ടോ കേക്ക്. അങ്ങനെ നമ്മൾ ഇത്തരം ഫുഡുകളൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് നേരം കൂടി നമ്മളങ്ങനെ അതിൻ്റെ ഉള്ളിൽ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇറങ്ങിയിട്ടുണ്ട്. തണുപ്പ് ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു രക്ഷയില്ല. പുറത്തൊന്നും അങ്ങനെ അധികം നേരം നിൽക്കാൻ പറ്റില്ല കേട്ടോ, ജാക്കറ്റൊന്നും ഇല്ലാതെ. റെസ്റ്റോറൻറ്റിൻ്റെ അകത്തൊക്കെ പിന്നെ ഈ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കിനി ഇത്തരം കാഴ്ചകളിലൊക്കെ കാണാൻ പറ്റുള്ളൂ. കാരണം കൂടുതൽ നേരമൊന്നും അങ്ങനെ നടന്ന് കാണാൻ പറ്റില്ല. എങ്കിലും നമുക്ക് പറ്റാവുന്ന പോലെയൊക്കെ ഈവനിങ്ങിലും ആളുകളൊക്കെ കണ്ടില്ലേ, നമ്മളിപ്പോൾ പോയോടത്തൊക്കെ എന്തോരം ആളുകൾക്കൊന്നും ഒരു തണുപ്പൊന്നും ഒരു പ്രശ്നമേ അല്ല. നമുക്കൊക്കെയാണ് തണുപ്പൊക്കെ ഒട്ടും പറ്റാത്തത്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലും ഇത്തരം കാഴ്ചകളൊക്കെ കാണാൻ പറ്റാവുന്നത് പോലെ കാണിച്ച് ഞാൻ നിങ്ങളിലേക്ക് പകർത്താം. അല്ലെങ്കിൽ ഇനി മാളിലെ കാഴ്ചകളൊക്കെ ആയിരിക്കും കേട്ടോ ഞാൻ കാണിക്കണത്. കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് മാളുകളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്തോരം മാളുകളാണെന്ന് അറിഞ്ഞാൽ. പിന്നെ മാത്രമല്ല ഈ ന്യൂജേഴ്സിനോട് അടുത്ത് കിടക്കുന്ന സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂയോർക്ക്, പെൻസിൽവാനിയ, മേരിലാൻഡ്, ഡെലവെയർ, അങ്ങനത്തെ ഒരുപാട് സ്റ്റേറ്റുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ കാണാത്ത കാഴ്ചകളൊക്കെ നമുക്ക് ഇനിയുള്ള വീഡിയോകളിലൊക്കെ പറ്റുന്ന പോലെ ഞാൻ നിങ്ങളിലേക്ക് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അമേരിക്കയിലെ പുതിയ വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.